നമസ്കാരം, ന്യൂസ് 5ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ അടിയന്തര പ്രമേയം സഭ തള്ളി. ഒന്നിനും പണം കൊടുക്കുന്നില്ലെന്ന പ്രതിപക്ഷവാദം തെറ്റെന്ന ധനമന്ത്രി. ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുകയല്ലെന്ന് KN ബാലഗോപാലിന്റെ മറുപടി. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടു. ചില്ലിട്ട് വെക്കേണ്ട പ്രമേയമെന്ന കടകംപള്ളിയുടെ പരിഹാസം. കേരള ഗവർണർക്കെതിരെ CPIM കേന്ദ്ര നേതൃത്വം. ഭരണഘടനാ സംവിധാനത്തെ തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നു. രാജ്ഭവനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നുവെന്നത് കണ്ടാണോ റോഡിലിരിക്കുന്നതെന്ന പരിഹാസം. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മതേതരത്വത്തിന് മരണമണിയെന്നും യെച്ചൂരി. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന് കോടതി. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് കേരള ചരിത്രത്തിലാദ്യം. ഇടുക്കി പൂപ്പാറയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ആജീവനാന്ത ജയിൽ. 3 പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. 6 പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ, ഒരാളെ വെറുതെ വിട്ടു. PC ജോർജ് BJPയിലേക്ക്. ജനപക്ഷം സെക്യുലർ പാർട്ടി BJPയിലേക്ക് നീക്കം. അന്തിമ ചർച്ചകൾക്കായി PC ജോർജ് ഡൽഹിയിൽ.